ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ കെ വി മനോജ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പരാതി രേഖാമൂലം അവിടെ ലഭ്യമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ സംവിധാനത്തിന് എന്ത് ഇടപെടൽ നടത്താനാകും? കമ്മീഷനിൽ അത്തരമൊരു പരാതി ലഭിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്റെ മുൻപാകെ എത്തിയിട്ടില്ല. ഞാൻ ആ കമ്മീഷൻ പരാതിയിലൂടെ തന്നെ വായിച്ച് പരിശോധിച്ചതിന് ശേഷം എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് അപ്പോഴേ പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ എത്തിയിട്ടില്ല. ഞാൻ പുറത്ത് യാത്രയിലാണ്. അപ്പോ ആ പരാതി പരിശോധിച്ചതിന് ശേഷം പറയാം. അല്ല, പ്രാഥമികമായിട്ടാണെങ്കിലും ഇത് ഗൗരവമുള്ളതാണ്. ഒരു പരാതിക്ക് അടിസ്ഥാന പരാതി എങ്ങനെയെങ്കിലും എടുക്കാവുന്നതാണ്. തീർച്ചയായും പരാതി വന്നിട്ടുണ്ട്. പരാതി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസായിട്ട് വന്നിട്ടുണ്ട്. അത് എന്തായാലും പരിശോധിക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പരിശോധിച്ചതിന് ശേഷം പറയാം. തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് പരിശോധിച്ചതിന് ശേഷം എന്ത് നടപടിയാണ് കമ്മീഷന് സ്വീകരിക്കാൻ കഴിയുക എന്നത് ആ പരാതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. അവിടെ എന്തൊക്കെ വ്യക്തതകൾ വേണ്ടി വന്നേക്കാം? അങ്ങനെയുണ്ടെങ്കിൽ, ഞാൻ ഈ പരാതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്ന ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ അത് രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് കരുതുന്ന ഒരു നിർബന്ധിക്കുകയാണ് ഒരു ഗർഭഛിദ്രത്തിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ നിയമമുണ്ട്, അത് പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തൊക്കെ പരിശോധന സാധാരണഗതിയിൽ സാധ്യമാകും? അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ പരാതി പൂർണ്ണമായും വായിച്ചിട്ടില്ല. വായിച്ചതിന് ശേഷം പറയാം. ശരി, വളരെയധികം നന്ദി.